ഡിയർ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് പോകാം. സിറ്റി വോക്ക്. അപ്പോൾ സിറ്റി വോക്ക് എഴുതി വെച്ചിരിക്കുന്ന സിറ്റി വോക്കാണ്. സിറ്റി വോക്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ ദുബായ് മോളിൽ നിന്നും ഇറങ്ങി കരാമയിലെ ചായയൊക്കെ കുടിച്ച് ഞങ്ങളിങ്ങനെ കുറച്ച് ദൂരം വന്നപ്പോൾ സിറ്റി വോക്കിൽ പോകാമെന്നിങ്ങനെ മോള് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ ഈ സിറ്റി വോക്ക്, എനിക്കൊരു പിടിയും കിട്ടിയില്ല. ഞാൻ വിചാരിച്ചു കുറച്ച് നമുക്ക് നടക്കാനുള്ള സ്ഥലമായിരിക്കും. കാരണം മുൻപ് ഒരിക്കൽ വന്നപ്പോൾ ഈ സിറ്റി വോക്ക് ഉണ്ടായിരുന്നോ എന്നറിയില്ല, എന്തായാലും അവിടെ പോയിട്ടില്ല. അപ്പോൾ ഈ സിറ്റി വോക്ക് ഞാനൊട്ട് ചോദിച്ചുമില്ല, എന്തായാലും കണ്ടു കളയാമെന്ന് വിചാരിച്ചു. അങ്ങനെ സിറ്റി വോക്കിലെത്തി. ഇരുവശവും പച്ചപ്പരവതാനി വിരിച്ച കുറച്ച് റോഡുകൾ കടന്ന് ഇങ്ങ് ലൈറ്റനിങ് കൊണ്ട് വർണ്ണപ്രകാശം നിറഞ്ഞ ഒരു പ്രദേശം. അങ്ങിങ്ങായിട്ട് ഈന്തപ്പനകളും മറ്റു മരങ്ങളൊക്കെ ഭംഗിയായിട്ട് വെട്ടി ഒതുക്കി വെച്ചിട്ടുണ്ട്. ഈ സിറ്റി വോക്കിൻ്റെ ഇരുവശത്തൂടെയും വാഹനങ്ങൾ പോകുന്നുമുണ്ട്. UAE എവിടെ ചെന്നാലും വെള്ളം സർവത്ര തുള്ളി കുടിക്കാനില്ലത്രേ എന്നല്ല, എല്ലായിടവും വെള്ളം കൊണ്ടും പ്രകാശം കൊണ്ടും, അതായത് ഇലക്ട്രിസിറ്റിയും വാട്ടറും ഇതിൻ്റെ കളിയാണ്. കാരണം വാട്ടർ ഫൗണ്ടൻ ഇല്ലാത്ത ഒരു ഏരിയ പോലും കാണത്തില്ല. അതുപോലെ തന്നെ കളർഫുള്ളായിട്ടുള്ള ലൈറ്റുകളുടെ ഒരു നിരനിരയായിട്ട് വർണ്ണപ്രപഞ്ചമെന്ന് പറയാം. പല നിറത്തിലുള്ള ലൈറ്റനിങ് ആണ്. എല്ലാ കെട്ടിടങ്ങളും എല്ലാ പ്രദേശങ്ങളും ഇതുപോലെ വർണ്ണപ്രപഞ്ചത്തിൽ ആറാടി നിൽക്കുന്നത്. അതാണ് വാട്ടറും ഇലക്ട്രിസിറ്റിയും. എവിടെ നോക്കിയാലും ഇതേ കാണാനുള്ളൂ. അപ്പോൾ അങ്ങനെ വാട്ടർ ഫൗണ്ടനൊക്കെ കടന്ന് ലൈറ്റനിങ് ഒക്കെ കണ്ട് നടക്കാൻ മാത്രമായിട്ട് ഞാൻ വിചാരിച്ചിരുന്ന സിറ്റി വോക്കിലേക്ക് കയറി. അപ്പോൾ അതിൻ്റെ ബിൽഡിങ്ങൊക്കെ, അതായത് പണിതിരിക്കുന്ന ആ രീതിയൊക്കെ കാണുമ്പോൾ തന്നെ ചലന്തിവല പോലെയുള്ള മേൽക്കൂരയൊക്കെ കണ്ട് നല്ല ഭംഗിയുണ്ട്. അപ്പം നിറയെ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. ഷോപ്പിങ്ങിനുള്ള ഒരു ഏരിയ ഷോപ്പിംഗ് മാളാണോ അല്ല, നടക്കാനുള്ള ഏരിയ തന്നെയാണ്. പിന്നെ നടക്കുന്നവർക്ക് വേണമെങ്കിൽ അത്യാവശ്യം ഷോപ്പിങ്ങും ചെയ്യാം. വീണ്ടും വാട്ടർ ഫൗണ്ടൻ അതുപോലെ തന്നെ ഒരു സംഭവം വീണ്ടും കാണുന്നു. അപ്പോൾ എവിടെ നോക്കിയാലും ഇതേ ഉള്ളെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ വളരെ മനോഹരമായ കാഴ്ചകളാണ് ആ ജലത്തിലൂടെ ആ പ്രകാശമൊക്കെ ഇങ്ങനെ പ്രതിഫലിച്ച് കാണുമ്പോൾ. അപ്പോൾ എവിടെ നോക്കിയാലും ഇതൊക്കെ നമുക്ക് കാണാനുണ്ട്. പ്രകാശവും അതുപോലെ തന്നെ എല്ലാം നല്ല മനോഹരമായിട്ടാണ് ഇത് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പം നഗരം മുഴുവൻ ഇൻ്റർനാഷണൽ സിറ്റിയായ ദുബായ് പിന്നെ അതിൻ്റെ ആസൂത്രണ മികവെന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒരു സവിശേഷത തന്നെയാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ അവിടെ ഇവിടെ ആയിട്ട് നോക്കുമ്പോൾ ഈന്തപ്പനകൾ വളരെ ഉയരത്തിൽ വളർന്നു നിൽക്കുന്നത് കാണാം. അതിന് പോലും ലൈറ്റനിങ് ഒക്കെ കൊടുത്ത് മനോഹരമാക്കിയിരിക്കുകയാണ്. അപ്പോൾ എവിടെ നോക്കിയാലും സന്ധ്യ ആയാൽ ലൈറ്റനിങ് കൊണ്ട് മനോഹരമായിട്ടുള്ള ഒരു പ്രദേശം. അതുപോലെ തന്നെ ആളുകൾക്ക് ഫാമിലിയായിട്ട് വന്ന് ഒന്ന് എൻ്റർടൈൻ ചെയ്യാനുള്ള ഒരു ഏരിയ. നടക്കേണ്ടവർക്ക് നടക്കാം, ഇരിക്കേണ്ടവർക്ക് ഇരിക്കാം, വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പം ഞങ്ങൾ ഏതായാലും കരാമയിലെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് പോരുമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചതുപോലെ നടക്കാനുള്ള ഏരിയയും ഉണ്ട്. അങ്ങനെ അതെല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി ഒരു ഓട്ടപ്രദക്ഷിണം ഞങ്ങളും നടത്തി. ആദ്യം ഇങ്ങനെ ഓരോന്ന് കണ്ടിട്ട് ഓടുന്നുണ്ട്. ലൈറ്റനിങ്ങിനോടുള്ള ആകർഷണീയത കൊണ്ടാണെന്ന് തോന്നുന്നു. മരങ്ങൾക്കൊക്കെ സന്ധ്യയാകുമ്പോൾ പല നിറമാണ് ലൈറ്റ് അടിക്കുമ്പോൾ. അപ്പോൾ വലിയ മരങ്ങളൊക്കെ വെട്ടി മനോഹരമായിട്ട് നല്ല ആകൃതിയിലൊക്കെ വെച്ചിരിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് മരങ്ങളോടൊരു കൂടുതൽ ഇഷ്ടം തോന്നും. മരങ്ങളെ ചുള്ളം മരങ്ങളാക്കി നിർത്തിയിരിക്കും എല്ലായിടത്തും. നല്ല ഭംഗിയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നടന്നു പോകുമ്പം കടകളൊക്കെ കാണാൻ. കടകളിലൊന്നും കയറിയില്ല, നമുക്ക് ആവശ്യമില്ലായിരുന്നു അവിടുന്ന് സാധനങ്ങളൊന്നും വാങ്ങാൻ. എല്ലാ മാളുകളിലും കയറുകയായിരുന്നു ഒരു പ്രധാന ഹോബി. അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് ഒന്നും വാങ്ങുന്നില്ലെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും കൊള്ളാം. ഇങ്ങനെ ഞങ്ങൾ സിറ്റി വോക്ക് എന്ന് പറയുന്ന ആ സിറ്റിയിലൂടെ കുറേ നേരം നടന്ന് എൻജോയ് ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ നടന്നു. അങ്ങനെ കാല് കഴിച്ചപ്പോൾ ഞങ്ങൾ എന്നാൽ പോകാമെന്ന് വെച്ചു. അങ്ങനെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുട്ടി ട്രെയിനും കുട്ടി ബസ്സും കുട്ടി കാറും ഒക്കെ ഉണ്ട് ഇവിടെ.
ആദ്യം ഏതായാലും അതിനൊന്നും പരീക്ഷണത്തിന് മുതിർന്നില്ല, എന്താണെന്ന് അറിയില്ല. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു മടുത്തപ്പോൾ എന്നാൽ വീട്ടിലേക്ക് പോകാമെന്ന് വെച്ചു. കാരണം ദുബായ് മാളിലെ നടപ്പും അതൊരു ഒന്നൊന്നര നടപ്പായിരുന്നല്ലോ. അപ്പോൾ ഈ സിറ്റി വോക്കിനെ പറ്റി ഇത്രേ പറയാനുള്ളൂ. ദുബായ് സിറ്റിയുടെ നടുവിൽ തന്നെ ഒരു സിറ്റി വോക്ക്, വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരിടം, ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് പ്ലേസ് എന്ന് പറയാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അങ്ങനെ കരുതാനേ എനിക്ക് പറ്റുള്ളല്ലോ. ഒരു കാര്യം ഞാൻ ഈ വീഡിയോ കാണുന്നവരോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അതായത് ഞാൻ വിചാരിക്കും, ഞാൻ ഏതാണ്ട് 450ഓളം വീഡിയോ ഇതിനോടകം ചെയ്തു. എൻ്റെ ഒരു പാഷൻ, എൻ്റെ ഒരു ഇഷ്ടം, എൻ്റെ ഒരു താല്പര്യം, എൻ്റെ ഒരു ആഗ്രഹം, അങ്ങനെ ഞാൻ ഇത് ചെയ്യുന്നതാണ്. കാരണം നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം, ബുദ്ധിപരമായിട്ട് എന്തെങ്കിലും ഒരു ജോലി കൂടെ ചെയ്യണം. ശാരീരികം മാത്രം പോരാ. നമ്മൾ നമ്മുടെ ജോലിയൊക്കെ ചെയ്തു കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് നമ്മുടെ ബുദ്ധിയും ഓർമ്മയും ഭാഷയും ഒക്കെ നിലനിൽക്കുന്നതിനും കുറേ കാലം കൂടെ പവർഫുള്ളായി നിലനിർത്തണമെങ്കിൽ എന്തെങ്കിലും ചെയ്യണം. അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് സന്തോഷത്തിനും മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷനും ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്നറിയില്ല, നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ പോലും ഒരു ലൈക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കമൻറ്റ് ചെയ്യാനോ, കുറച്ച് പേരുണ്ട് അവർ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു 100 പേര് കണ്ടാൽ 100 ലൈക്കും 100 കമൻറ്റും വരണം, അതില്ല. അപ്പം ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് താല്പര്യപ്പെട്ടാണ് ഇത് കാണുന്നതെങ്കിൽ, കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കമൻ്റ് എഴുതുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾക്കൊരു കമൻ്റ് എഴുതാം. അപ്പോൾ അങ്ങനെ ആ കമൻ്റ് എഴുതുകയാണെങ്കിൽ അത് ആൻറ്റി അല്ലെ ചേച്ചി അല്ലെ ടീച്ചറെ ഇത് കൊള്ളാം എന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു സന്തോഷം. അതല്ല ഇതിന് ഇന്ന ന്യൂനതയുണ്ടെന്ന് പറയുകയാണെങ്കിൽ അതും ഒരു സന്തോഷം. അപ്പം നമുക്ക് മുന്നോട്ടുള്ള നമ്മുടെ യാത്രയ്ക്ക് അത് ഒരു പ്രചോദനമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും, എൻ്റെ വീഡിയോകൾ കാണുന്ന എല്ലാവരും തന്നെ വല്ലപ്പോഴുമെങ്കിലും ഒരു കമൻ്റ് ഇടാനായിട്ട് ശ്രമിക്കണം എന്ന് താല്പര്യപ്പെടുന്നു. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ഈയിടെ ആലോചിച്ചതാണ്. അങ്ങനെ ഒരു 10-100 പേര് എന്തായാലും 100, 150, ചിലപ്പോൾ അതിൽ കൂടുതൽ ആളുകൾ കാണും, ചിലപ്പോൾ തീരെ കുറവ് ആളുകളായിരിക്കും കാണുന്നത്. അതെന്തെങ്കിലും ആവട്ടെ, കാണുന്നവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒരു കമൻ്റ് എഴുതണം. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കട്ടെ. നമസ്കാരം.